ഈ ഗ്ലാസ് ഉണ്ടാക്കിയപ്പോൾ ഇത് തീയെന്നെടുത്തിട്ട് ഈ ഷേപ്പിലേക്ക് വന്നേ. ആ തീയെന്നെടുക്കുന്ന സമയത്ത് ഏത് ഷേപ്പിലേക്ക് വേണമെങ്കിലും മാറാം, മനസ്സിലായോ? പക്ഷെ ഇത് ഉണങ്ങി ഇതുപോലെ ആയിക്കഴിഞ്ഞാൽ ഷേപ്പ് മാറ്റാൻ പറ്റില്ല. ഗ്ലോറി, ഹല്ലേലൂയ. ഇതേപോലെ നാം ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ സമയത്തുണ്ടല്ലോ, നമുക്ക് ഏത് ഷേപ്പിലേക്കും മാറാം. നമ്മുടെ ഹൃദയം ഒന്ന് മാറ്റിയാൽ മതി, ഏത് ഷേപ്പിലേക്കും മാറാം. എന്നാൽ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞങ്ങോട്ട് മാറിയാൽ പിന്നെ ഷേപ്പ് മാറാൻ പറ്റില്ല. ഷേപ്പ് മാറാൻ പറ്റില്ല. പ്രിയ ദൈവദാസന്മാരെ, ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഹല്ലേലൂയ. നമ്മളെ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ സംബന്ധിച്ചും. ഗ്ലോറി, ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, നിങ്ങളെ പേടിപ്പിക്കാന്ന് ചിന്തിക്കല്ലേ. ഈ ലോകത്തിൽ ഒരാളെ കൊന്നിട്ട് ജയിലിൽ പോയി, ചിലപ്പോൾ 12 വർഷം ജീവപര്യന്തം, ചിലപ്പോൾ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ്സ് നോ പ്രോബ്ലം. അതിൻ്റെ അർത്ഥം ആരെയും കൊല്ലാനല്ല ഈ പറയണേ. കാരണം 12 വർഷം കഴിഞ്ഞ് വെളിയിലിറങ്ങാലോ. അല്ല പോട്ടെ, തൂക്കിക്കൊല്ലു, 5 മിനിറ്റത്തെ പ്രശ്നമല്ലേ ഉള്ളൂ. 5 വേണ്ട, 2-3 ദിവസം പ്രശ്നമല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞില്ലേ. പക്ഷെ ഇതങ്ങനെയാണോ? 2 മിനിറ്റ് കൊണ്ട് തീരുമോ? 1 മിനിറ്റ് കൊണ്ട് തീരുമോ? ഒരു മണിക്കൂർ കൊണ്ട് തീരുമോ? അല്ല 1 ദിവസം കൊണ്ട് തീരുമോ? ഒരാഴ്ച കൊണ്ട് തീരുമോ? 1 മാസം കൊണ്ട് തീരുമോ? 1 വർഷം കൊണ്ട് തീരുമോ? 10 വർഷം കൊണ്ട് തീരുമോ? 50 വർഷം കൊണ്ട് തീരുമോ? 100 വർഷം കൊണ്ട് തീരുമോ? നിത്യം 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 ദണ്ഡനത്തിലേക്കാ പോകുന്നത്. ആ ദേവദാസന്മാരുടെ കർത്താവ് എന്നാ പറഞ്ഞേ? ഔട്ട്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ പുറത്തു പോവാ. ഗ്ലോറി, എങ്ങോട്ടാ കർത്താവിനോട്ട് നമ്മൾ പോവാ? ബി കെയർഫുൾ. കർത്താവിന്റെ ഹൃദയം അറിഞ്ഞ് അതനുസരിച്ച് ഓട്. ഗ്ലോറി, ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, എന്താണ് കർത്താവിന്റെ ഹൃദയം? എന്താ കർത്താവിന്റെ ഹൃദയം? വേറെ ഒന്നുമില്ല പ്രിയ ദേവദാസന്മാരെ, ദൈവപുത്രന്മാർ. അപ്പൊ ഈ ഇരിക്കണക്കാരാ? മനുഷ്യപുത്രന്മാർ. കർത്താവിന്റെ ഹൃദയം ദൈവപുത്രന്മാർ. എന്തിനാ യേശു മരിച്ചേ? ദൈവപുത്രന്മാർ. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണണം. ഇതാ ദൈവത്തിന്റെ ആഗ്രഹം. ഈ മനുഷ്യപുത്രന്മാരുടെ ഉള്ളിൽ, യേശുവിനെ സ്വീകരിച്ചവരുടെ ഉള്ളിൽ ദൈവപുത്രനുണ്ട്, പുതിയ സൃഷ്ടിയുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്ക് ദൈവദാസന്മാരാകാനുള്ള അധികാരം അല്ല തന്നത്, ദൈവപുത്രന്മാരാകാനുള്ള അധികാരമാണ് തന്നത്. ഇത് ദൈവദാസന്മാർക്ക് ഇത് മനസ്സിലാകുന്നില്ല. കാരണം ഒരൊറ്റ ബൈബിൾ കോളേജ് ഇല്ല ദൈവപുത്രന്മാരെ പ്രൊഡ്യൂസ് ചെയ്യുന്ന, എല്ലാം ദൈവദാസന്മാരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഒരൊറ്റ ബൈബിൾ കോളേജ് ഇല്ല. ഹല്ലേലൂയ. ദൈവ ഇഷ്ടത്തിന് നിൽക്കത്തക്ക ഒരെണ്ണത്തിനെ കാണുന്നില്ല. കാരണം ഇത് മറഞ്ഞു കിടക്കുക. ഈ നാളിൽ കർത്താവിന്റെ ഹൃദയത്തിൽ ജീവിച്ച കർത്താവ് വെളിപ്പെടുത്തി തരൂ. പരിജ്ഞാനമില്ലാത്തതിന് എന്റെ ജനം നശിച്ചു പോകുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അവൻ എന്ത് റിപ്പോർട്ടാണ് കൊടുത്തേ? ദാസന്റെ റിപ്പോർട്ടാണ് കൊടുത്തേ. ഇത് കൊടുക്കരുതെന്നല്ല, പക്ഷേ കർത്താവ് ആഗ്രഹിക്കുന്നത് ദൈവപുത്രന്മാരെയാ. ദൈവപുത്രന്മാരെ അറിയാൻ പാടില്ലെങ്കിൽ വീട്ടിൽ പോയി കോഴിയോടും വാഴയോടും തെങ്ങിനോടും പുളിമരത്തോടും ചോദിക്കേ. അവര് പറഞ്ഞു തരും എന്തിനാ കർത്താവ് ഞങ്ങളെ ഈ ഭൂമിയിൽ ആക്കിയെന്ന് പറഞ്ഞാൽ അവര് പറയും, അയ്യോ ദൈവദാസനെ, അയ്യോ സഹോദര, അയ്യോ സഹോദരി, നിനക്ക് അറിഞ്ഞുകൂടായോ? നിന്നെ എന്തിനാ ഉണ്ടാക്കിയെന്ന് അറിഞ്ഞുകൂടെ? ഞങ്ങളെല്ലാം ഉണ്ടാക്കിയത് നിനക്ക് വേണ്ടിയാ, പക്ഷെ നിന്നെ ഉണ്ടാക്കിയത് ദൈവത്തിന് വേണ്ടിയാണ്. നിന്നെ ഉണ്ടാക്കി അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യമായ ആയുധമാണ് നീ ഭൂമിയിൽ. എന്നാൽ നിന്നെ ഉണ്ടാക്കി എന്തിനാണെന്നറിയാമോ? നിന്റെ ഉള്ളില് ഒരു ദൈവപുത്രനുണ്ട്. ഞങ്ങളെല്ലാം കാത്തിരിക്കുക. ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ സൃഷ്ടാവിന്റെ ഉദ്ദേശം എന്താന്ന്. ആ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി ഞങ്ങളെല്ലാം കാത്തിരിക്കുകയാണ്. നിന്റെ ഉള്ളിൽ ആ ദൈവപുത്രൻ ഒളിഞ്ഞു കിടക്കുകയാണ്. മനുഷ്യപുത്രന്റെ ഉള്ളിൽ നിന്ന് ദൈവപുത്രൻ വെളിപ്പെടണം. ഹല്ലേലൂയ. ഇതിനാണ് സർവ്വ സൃഷ്ടികൾ ഈറ്റുന്നവിടെ കാത്തിരിക്കുന്നത്. റോമ 8:19 ഈ പറഞ്ഞത്. അപ്പോൾ ആർക്കറിയാം? പൂച്ചയ്ക്കും നായ്ക്കും വാഴയ്ക്കും പുളിക്കും ഒക്കെ അറിയാം നമ്മളെ എന്തിനാ സൃഷ്ടിച്ചതെന്ന്. നമുക്കറിഞ്ഞുകൂടാ. ദൈവം ഒരു പ്രൊഡക്ഷൻ നടത്തുക. ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷൻ എവിടെയാ? ശരീരത്തിന്റെ പുറത്തല്ല, നമ്മുടെ ഉള്ളിൽ, ഹൃദയത്തിൽ ഒരു പ്രൊഡക്ഷൻ നടക്കുക. ഹല്ലേലൂയ. ഇതാണ് വെളിപ്പാട് 21:7 പറയുന്നത്. ജയിക്കുന്നവൻ ഇത് അവകാശമാക്കും, അവൻ ദൈവത്തിന്റെ മകൻ.
ജയിക്കണമെങ്കിൽ അതിനു മുമ്പ് ഒരു പരീക്ഷയുണ്ട്. പരീക്ഷയുണ്ടെങ്കിൽ അതിനു മുമ്പ് ഒരു പഠിപ്പിക്കലുണ്ട്. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ കർത്താവ് യേശു പറഞ്ഞ, എന്റെ നുകമേറ്റ് എന്നോട് പഠിപ്പേ, എന്നാൽ നീ ജയിക്കും, നിന്റെ സോളിന് ആശ്വാസം കണ്ടെത്തും. ഗ്ലോറി, ഹല്ലേലൂയ. കാരണം കൂട്ടത്തിൽ ഓടുന്ന പരിപാടിയല്ല, കർത്താവിന്റെ കൂടെ ഓടുന്ന പരിപാടിയായത്. കർത്താവിന്റെ കൂടെ ഓടുന്ന, കർത്താവിന്റെ നുകം എടുത്തിട്ട്, കർത്താവിന്റെ നുകം. ഗ്ലോറി, ഹല്ലേലൂയ. ഈ തലത്തിൽ ഓടുവാനിടയാകണം. ആ ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷനിലേക്ക് നാം കടന്നു വരണം. ഇനി നിങ്ങൾക്ക് ചോദിക്കും, പെട്ടെന്ന് എന്താ ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷൻ? സഹോദരങ്ങളെ, ഇതിൻ്റെ ഉള്ളിൽ ദൈവപുത്രന്മാരുടെ പ്രൊഡക്ഷൻ നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഇത് നാം മനസ്സിലാക്കണം. ഓ ലോർഡ്, ഐ ലവ് യു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ചിത്രത്തിലൂടെ ഇതാ ഇതിൻ്റെ ഒരു രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും. ഫാദർ, വി താങ്ക് യു. ലോർഡ്, ഐ ലവ് യു. Actually, gospel is an invitation from the earthly family to the heavenly family. ഭൂമിയിലെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. മറ്റേത് പറഞ്ഞാൽ, മരണമുള്ള കുടുംബത്തിൽ നിന്ന് മരണമില്ലാത്ത കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. വേറെ രീതിയിൽ പറഞ്ഞാൽ, മനുഷ്യന്റെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം. ഗ്ലോറി, ഹല്ലേലൂയ. ആക്ച്വലി ഇത് മതം മാറിലല്ല, കുടുംബം മാറില്ല. ഹല്ലേലൂയ. അങ്ങനെ കുടുംബം മാറുമ്പോൾ ആ കുടുംബത്തിലെ പിതാവ് രാജാക്കന്മാരുടെ രാജാവായതുകൊണ്ട് മക്കളായവരൊക്കെ രാജാക്കന്മാരാകുന്നു. നോർമൽ. പിടുത്തം കിട്ടിയില്ല. ഗ്ലോറി, ഹല്ലേലൂയ. ആ കുടുംബത്തിലെ അപ്പൻ ഇതാ വലിയൊരു ബിസിനസിന്റെ ഉടമയാണ് എങ്കിൽ മക്കളൊക്കെ ആ ബിസിനസ്സിലെ ഓരോ പാർട്ടുകൾ വഹിക്കാനായിട്ട് തുടങ്ങും. ഇതേപോലെ നമ്മുടെ അപ്പൻ്റെ പേര് രാജാക്കന്മാരുടെ രാജാവെന്ന. അതിൻ്റെ അർത്ഥം മക്കളൊക്കെ രാജാക്കന്മാരാ. ഗ്ലോറി, ഹല്ലേലൂയ. ഇതാണ് സുവിശേഷം. ഇതിലേക്കുള്ള ഇൻവിറ്റേഷനാണ് നമുക്ക് തരുന്നേ. ഇതാ യേശു പറഞ്ഞേ, ഇതാ മറഞ്ഞു പോയേ, ഇതാ പിശാച് മറയ്ക്കുന്നേ. ഹല്ലേലൂയ. ദൈവപ്രതിമയായ യേശു ക്രിസ്തുവിന് എന്നാ ഉണ്ട്? ഒരു സുവിശേഷമുണ്ട്. അതിന്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ ദൈവം മനുഷ്യരുടെ മനസ്സുകളെ കുരുടാക്കി. അവരാണ് അവിശ്വാസികൾ. ഗ്ലോറി. മലയാളം ട്രാൻസ്ലേഷൻ വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞേ, കാരണം അതാണ് എൻ്റെ റൈറ്റ്. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെ മനസ്സ് കുരുടാക്കപ്പെട്ടു. അവർക്ക് ആരെ അറിയാം? അവർക്ക് യേശുവിനെ അറിയാം, പക്ഷെ യേശുവിന്റെ സുവിശേഷത അറിഞ്ഞുകൂടാ. അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു, നല്ല കാര്യം. യേശുവിന് വേണ്ടി പോയി, നല്ല കാര്യം. പക്ഷേ യേശുവിന്റെ സുവിശേഷം എന്താ? ആ സുവിശേഷം പ്രാപിക്കാൻ യോഗ്യത ആവശ്യമാണ്. ഗ്ലോറി. സാൽവേഷൻ ഈസ് ഫ്രീ ഗിഫ്റ്റ്. രക്ഷ സൗജന്യമാണ്, ബട്ട് നോട്ട് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യമല്ല, അത് ഞാൻ നിങ്ങൾ അവകാശമാക്കണം. രക്ഷ സൗജന്യമാണ്, ദൈവരാജ്യം സൗജന്യമല്ല, ഞാൻ നിങ്ങൾ അവകാശമാക്കണം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് രക്ഷയും കാണാം, ദൈവരാജ്യവും കാണാം, രണ്ടും കാണാം, രണ്ട് അവകാശമാക്കുന്നതും കാണാം. ഗ്ലോറി. ഇന്ന് ചിത്രത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം. കുഞ്ഞുങ്ങളെ, ദേവദാസന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കുന്നത് ഈ ചിത്രത്തിലൂടെ ഒരു നീല മനുഷ്യനെ നിങ്ങൾക്ക് കാണാം, ഒരു വെള്ള മനുഷ്യനെയും കാണാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സൗജന്യമായി ക്ലാസ് കഴിയുമ്പോൾ കിട്ടും. ആർക്കെങ്കിലും കിട്ടാതിരിക്കുന്നെങ്കിൽ പറഞ്ഞെങ്കിൽ അവർക്ക് നാളെ പ്രിൻ്റെടുത്തുകൊണ്ട് വരുന്നതായിരിക്കും. ഗ്ലോറി. ദൈവം അനുവദിക്കുന്ന പക്ഷം. ശ്രദ്ധിച്ചേ, ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നീല മനുഷ്യനെ കണ്ടോ? റെഡ് ലൈൻ ഇങ്ങനെ കടന്നു പോകുന്ന നീല മനുഷ്യൻ. പിന്നെ അതെ ഇവിടെ നിന്ന് വെച്ചാൽ ഒരു വെള്ള മനുഷ്യനെ കണ്ടോ? ഈ ഗ്രീൻ ലൈൻ കടന്നു പോകുന്ന വെള്ള മനുഷ്യൻ. ഇതിലൂടെ നമുക്ക് എല്ലാവരും കരങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ, ഒരു പ്രാവശ്യം കൂടെ. ദേവദാസന്മാരെ, ഈ സമയത്ത് വളരെ അലർട്ടായിരിക്കണം, വളരെ അലർട്ടായിരിക്കണം. ഈ ചിത്രം നിങ്ങളൊന്ന് മനസ്സിലാക്കിയാലുണ്ടല്ലോ, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ, നിത്യത വരെ അപ്പുറത്തെത്തി. ഗ്ലോറി. പിശാചിനെ എത്ര എടുത്തു കളയാൻ ശ്രമിച്ചാലും വൺസ് താകാൻ നിങ്ങൾ കാണുമ്പോൾ ഒക്കെ ഇതിൽ നിന്ന് പുതിയ പുതിയ റെവലേഷൻസ്, വെളിപ്പാടുകൾ ജനിച്ചുകൊണ്ടേയിരിക്കും. ഗ്ലോറി. ഇതാ ഇവിടെ നിങ്ങൾക്ക് കാണുന്നത് ഈ നീല മനുഷ്യൻ, ഇവിടുത്തെ വെള്ള മനുഷ്യൻ. നിങ്ങൾക്ക് രണ്ട് കാണാം. കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞു, മത്തായി 11:11, 1111. ഗ്ലോറി. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ സ്നാപയോഹനാനാണ്. പക്ഷേ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവനോ അവനേക്കാൾ വലിയവനാണ്. ഗ്ലോറി. ഹല്ലേലൂയ. ഇവിടെ ഇതെടുക്കുമ്പോൾ ഈ ചിത്രം കിട്ടത്തക്ക രീതിയിൽ വേണം എടുക്കാൻ. ഇനി എഡിറ്റ് ചെയ്ത് കളയാൻ സമയമില്ല. ഗ്ലോറി. അപ്പോൾ ശ്രദ്ധിക്കേ. ലോർഡ്, ഐ ലവ് യു. ശ്രദ്ധിച്ചേ, ഇവിടെ രണ്ട് തരത്തിലുള്ള ജനനം എഴുതിയിട്ടുണ്ട്. ഒന്ന് സ്ത്രീയിൽ നിന്നുള്ള ജനനം, ഇവിടെ ഈ ഗ്രീൻ ലെറ്ററിൽ ദൈവത്തിൽ നിന്നുള്ള ജനനം.
അപ്പോൾ ഈ രണ്ട് കാര്യം നമ്മൾ സൂക്ഷിച്ചോളണം. കാരണം കർത്താവിൻ്റെ ആ ഹൃദയത്തിൽ നിന്നാണ് കർത്താവ് സംസാരിക്കുന്നത്. ഹൃദയം നിറഞ്ഞു കവിന്നാണ് അതിനെ പറയുന്നത്. കർത്താവിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ആണ് റൈറ്റ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്. അപ്പോൾ കർത്താവിൻ്റെ ചിന്തയിൽ രണ്ട് ടൈപ്പ് ഉണ്ട് ജനനം. ഒന്ന് സ്ത്രീയിൽ നിന്നുള്ള ജനനം. നമ്മളൊക്കെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരാ. അപ്പം തന്നെ കർത്താവ് പറയാണ് ദൈവരാജ്യത്തിലെ ജനനമുണ്ട്. അതാണ് ദൈവരാജ്യത്തിൽ ദൈവത്തിനുള്ള ജനനം. ഇതാണ് യോഹന്നാൻ 3:6 എഴുതിയിരിക്കുന്നത്. ജഡത്താൽ ജനിച്ചത് ജഡമാണ്, ആത്മാവാൽ ജനിച്ചത് ആത്മാവാ. കാരണം കർത്താവിനെ സ്തോത്രം ചെയ്തേ. ഒരു പ്രാവശ്യം കൂടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ ഇവിടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അന്യായശക്തികളെ ശാസിക്കുക, വിട്ടുമാറുവാൻ കൽപ്പിക്കുക. ദൈവരാജ്യത്തിന്റെ മൊഴികൾ ജനത്തിന്റെ ഹൃദയത്തിൽ കയറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ശ്രദ്ധിച്ചേ. Oh Lord, I love you. Thank you Daddy. Thank you. ഇതാ ഈ രണ്ട് ടൈപ്പുള്ള ജനനത്തെയാണ് ഈ വെള്ള മനുഷ്യനും നീല മനുഷ്യനും കാണിക്കുന്നത്. നീല മനുഷ്യൻ സ്ത്രീയിൽ നിന്നുള്ള ജനനം, വെള്ള മനുഷ്യനെ കാണിച്ചിരിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ജനനം. ഗ്ലോറി. ഒന്ന് ജഡത്താൽ ജനിച്ചത് ജഡമാണ്, പിന്നെ ഒന്ന് ആത്മാവാൽ ജനിച്ചത് ആത്മാവാണ്. ഗ്ലോറി. ഹല്ലേലൂയ. ആ ഭാഗം എടുത്തിട്ടുണ്ടോ? എടുത്തെങ്കിൽ വായിച്ചോളൂ. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പൊ എത്ര ടൈപ്പ് ജനനമുണ്ട്? രണ്ട് ടൈപ്പ് ജനനമുണ്ട് യേശുവിന്റെ അഭിപ്രായ പ്രകാരം. ഗ്ലോറി. ഇനി മത്തായി 11:11 പറയാണ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയവൻ യോഹന്നാനാ. പക്ഷേ ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ പോലും ഇവനേക്കാൾ വലിയവനാണ്. ഗ്ലോറി. അപ്പോൾ ഈ തലത്തിൽ നാം ആയിരിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്